ഇങ്ങനെ ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് മറ്റു വലിയ സംഭവം കൂടെ നടക്കുന്നത്. 1336 ജോൺ 22 മാർപ്പാപ്പയ്ക്ക് മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തിരിയുത്തരിയവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാഗ്ദാനം നൽകി. നമ്മളിന്ന് അതിന് ശനിയാഴ്ച വരം എന്ന് പറയുന്നു. ശനിയാഴ്ച വരം എന്ന് പറയുന്നത് കാരണം ഇതാണ്. മാതാവ് ഈ വാഗ്ദാനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അവർ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ശനിയാഴ്ച തന്നെ അവർ ശുദ്ധീയ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. ഞാൻ തന്നെ അങ്ങോട്ട് വന്ന് അവരെ മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് ശനിയാഴ്ച വരത്തിൻ്റെ വലിയ വാഗ്ദാനമായി നമ്മൾ കാണുന്നത്. ഇതും കൂടുതൽ ഈ ഭക്തി പ്രചരിക്കുവാനും ഒത്തിരിയും ഭക്തിയോടെ തേടുവാനും ഭക്തിയോടെ ധരിക്കുവാനുമൊക്കെ വലിയ പ്രേരണ ജനങ്ങൾക്ക് നൽകി. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൽ നാനാഭാഗത്തു നിന്നും ഒത്തിരി ഭക്തരായി മാറുകയും ഒത്തിരിയും ധരിക്കുകയും ഒക്കെ ചെയ്തു. നമ്മുടെ കേരളത്തിലും ഈ ഒത്തിരിയ ഭക്തി വളരെ ഏറെ പ്രചാരത്തിൽ വരികയും വാസ്തവത്തിൽ കേരളത്തിൽ പണ്ടത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഒത്തിരിയും ധരിക്കുന്നവരല്ലാതെ ആരും കത്തോലിക്കായിരുന്നില്ല. കത്തോലിക്കനാണെങ്കിൽ അവൻ്റെ കഴുത്തിൽ ഒത്തിരിയും കാണും. ഒത്തിരിയും കണ്ടാൽ നമുക്ക് ഉറപ്പാക്കാം അവൻ കത്തോലിക്കനാണ്. ഒത്തിരിയും ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഉറപ്പാക്കാം അവൻ കത്തോലിക്കനല്ല. അത്രയ്ക്ക് കത്തോലിക്ക ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഒരു ഭക്തി ആയിത്തീർന്നു ഈ ഒത്തിരിയ ഭക്തി. അങ്ങനെ എല്ലാവരും ഒത്തിരിയ ഭക്തിയിൽ വളരുകയും നമ്മളുടെ നിത്യ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ശുദ്ധീയ സ്ഥലത്തിൻ്റെയും അളവ്, ശിക്ഷയുടെ അളവ് ഇളവ് ചെയ്ത് കിട്ടും എന്നുള്ള ബോധ്യത്തോടെയും ജീവിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇത് പിന്നീട് കൂടുതൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു. വളരെയധികം ദണ്ഡവിമോചനങ്ങൾ തിരുസഭ ഈ ഒത്തിരി ഭക്തർക്ക് നൽകുകയും അങ്ങനെ ഒത്തിരി ഭക്തി വളരെയേറെ പ്രചാരത്തിലാവുകയും അത് ജനങ്ങൾക്ക് വളരെയേറെ ആശ്വാസവും സന്തോഷവും നൽകുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അവസാന ദിവസം, അതായത് ഒക്ടോബർ 13-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഒന്ന് ഈ കർമ്മല വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഭയാണ് കർമ്മലിത്ത സഭ എന്ന് അതുവഴി മാതാവ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഏതാണ്ട് 70 ലക്ഷത്തോളം ജനങ്ങൾ ആ വലിയ ദർശനം കണ്ടുവെന്നും അവർക്കൊക്കെ ആയിട്ടാണ് മാതാവ് ഈ ദർശനം നൽകിയതെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ വളരെ വലിയൊരു ജനക്കൂട്ടം ഈ ഒത്തിരിയ ദർശനം മാതാവിൻ്റെ കർമ്മലാതാവിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ആ ദർശനം കാണുന്നതിനിട വന്നു. എന്നിട്ട് ഈ മാതാവ് തൻ്റെ കരങ്ങളിൽ നമ്മൾ ധരിക്കുന്ന ആ ചെറിയ ഉത്തരീയം ജനങ്ങളുടെ നേരെ നീട്ടിപ്പിടിച്ചിരുന്നു. അതെന്തിനാണെങ്കിൽ നീട്ടിപ്പിടിച്ചതെന്നോ എന്ത് സന്ദേശമാണ് മാതാവ് വരുത്തി നൽകിയതെന്നൊക്കെ പിന്നീട് അന്നത്തെ ദർശകരിൽ ഏറെ നാൾ ലോകത്ത് ജീവിച്ചിരുന്ന സിസ്റ്റർ ലൂസിയെ സമീപിച്ച് പലരും ചോദിച്ചു. അന്ന് ഈ ഉത്തരയും നീട്ടിപ്പിടിച്ചപ്പോൾ മാതാവ് എന്തെങ്കിലും സന്ദേശം നൽകിയോ, എന്തെങ്കിലും പറഞ്ഞോ? സിസ്റ്റർ ലൂസിന് പറഞ്ഞത് പ്രത്യേകമായി അധരം കൊണ്ടൊന്നും
പറഞ്ഞതായി ഞങ്ങൾ കേട്ടില്ല. പക്ഷെ ഒരു ശക്തമായ പ്രേരണയുണ്ടായി, എല്ലാവരും ഒത്തിരിയും ധരിക്കണം. അങ്ങനെ ഒത്തിരിയും ധരിക്കുവാനുള്ള ഒരു വലിയ പ്രേരണയാണ് ഈ ഫാത്തിമ ദർശനത്തിലൂടെ മാതാവ് നമുക്ക് നൽകുന്നത്.